കഴക്കൂട്ടം സബ് ട്രഷറി തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരിൽ നിന്നും പണം തട്ടിയതായി കണ്ടെത്തൽ. മരിച്ചുപോയ കൂടുതൽ ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു. 15,10,000 രൂപയാണ് വ്യാജ ചെക്ക് ഉപയോഗിച്ച് ഇതുവരെ പിൻവലിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ജില്ലാ ട്രഷറി ഓഫീസറുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അഖിൽ ഷാ അൻസാർ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ, വിശദാംശങ്ങൾ. എസ്കെയിൻ, ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ തിരുവനന്തപുരം കഴക്കൂട്ടം സബ് ട്രഷറിയിൽ ഇത്തരത്തിലൊരു തട്ടിപ്പിന്റെ വിവരം പുറത്താകുന്നത്. അതായത് ശ്രീകാര്യം സ്വദേശിയായ മോഹനകുമാരി ഈ അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാനായി ട്രഷറിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ 2.5 ലക്ഷം രൂപയോളം കാണാനില്ല എന്നുള്ളൊരു വിവരം അറിയുന്നത്. അതിന് പിന്നാലെ ജില്ലാ ട്രഷറി ഓഫീസറുടെ നേതൃത്വത്തിൽ വലിയ പരിശോധന തന്നെയാണ് നടന്നു വന്നിരുന്നത്. ആദ്യ ദിവസം തന്നെ 2.5 ലക്ഷം രൂപ ഈ ശ്രീകാര്യം സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്ന് പോയതായി ട്രഷറി ഓഫീസർ കണ്ടെത്തിയിരുന്നു. അത് വ്യാജ ചെക്ക് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ മോഹനകുമാരിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയധികം പണം പിൻവലിച്ചതെന്നത് ആദ്യ ദിവസം തന്നെ ട്രഷറി ഓഫീസർ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ ട്രഷറിയിലെ ഉദ്യോഗസ്ഥർ, സബ് ട്രഷറിയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കണ്ടെത്തലും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ 5 ഉദ്യോഗസ്ഥരെ, കഴക്കൂട്ടം സബ് ട്രഷറിയിലെ 5 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വ്യാഴാഴ്ചയും ഇത്തരത്തിൽ 2 പേർ, അത് മരിച്ചുപോയവരാണ്, ഈ മരിച്ചുപോയവരുടെ അക്കൗണ്ടുകളിൽ നിന്നും വ്യാജ ചെക്ക് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായുള്ള വിവരം ഈ ട്രഷറി ഓഫീസറുടെ പരിശോധനയിൽ പുറത്തായി. അതിന് പിന്നാലെ ഇന്നലെയും പരിശോധന തുടർന്നിരുന്നു. ഇന്നലത്തെ പരിശോധനയാണ് മരിച്ചുപോയ ഒരാളുടെ കൂടി അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ പിൻവലിച്ചതായി, വ്യാജ ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ചതായുള്ള വിവരവും കണ്ടെത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ 2 കേസുകളാണ് കഴക്കൂട്ടം പോലീസ് എടുത്തിട്ടുള്ളത്. ഒന്ന്, ഈ പണം നഷ്ടപ്പെട്ട മോഹനകുമാരി നൽകിയ ഒരു കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ട്രഷറി ഓഫീസർ നൽകിയ കേസിലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും, അതായത് ജില്ലാ ട്രഷറി ഓഫീസറുടെ അന്വേഷണം ഇപ്പോഴും ഈ കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം കഴക്കൂട്ടം പോലീസിന്റെ ACP അടങ്ങുന്നവരുടെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 5 പേരുടെ തെറ്റുകൾ കണ്ടെത്തിയതിനു ശേഷമാകും, ഇവർ ഏതൊക്കെ തരത്തിലാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടെത്തിയതിനു ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു പോവുക. എന്തായാലും ഇന്നും ട്രഷറിയിൽ പരിശോധന തുടരും. കൂടുതൽ ആളുകളുടെ പണം ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ള സൂചനയാണ് ട്രഷറി വകുപ്പിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.